ജലജയും നയനയും കൂടിയിട്ട് അടുക്കളയിൽ ചെറിയൊരു യുദ്ധം നടത്തുന്നതിന് ഭാഗമായിട്ട് നയനയുടെ കയ്യ് കത്തി കൊണ്ടൊന്ന് മുറിഞ്ഞിരുന്നു കേട്ടോ. എല്ലാവരും അവളെ ജലജനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ശരിക്കും നയന കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ദേവയാനി വന്നിട്ട് ജലജ വന്നിട്ട് ഇടയ്ക്ക് കയറി കത്തിയെ പിടിച്ച് വലിച്ചതാണ് കേട്ടോ. അപ്പം ഈ ഒരു കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാലൻസ് ഇടാമെന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. കമൻറ്റുകൾ കണ്ടതുകൊണ്ടാണ് അതിൻ്റെ ബാലൻസ് ഇടുന്നത്. അങ്ങനെ നയന ഇങ്ങനെ കൈയൊക്കെ മുറിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ആദർശ് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കാം പറഞ്ഞിട്ട് ഡോക്ടറെയൊക്കെ വിളിച്ച് കൈയൊക്കെ കെട്ടി വെച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ കൈ മുറിഞ്ഞിരിക്കുന്നത് വലത്തെ കൈയാണ് കേട്ടോ മുറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവൾ ഇങ്ങനെ റൂമിൽ ഇരിക്കുമ്പം നയനെ പറഞ്ഞിട്ട് ആദർശേട്ടാ ഒരുപാട് ജോലിയുണ്ട് എനിക്ക്, ഞാൻ പോട്ടെ. അത് മാത്രമല്ല ഇപ്പോൾ എനിക്ക് അതിനുള്ള കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഈ ഒരു കൈക്കല്ലേ ഉള്ളൂ, അത് സാരമില്ല, ഡോക്ടറിനെ പറഞ്ഞില്ലേ വലിയ മുറിവൊന്നും അല്ലെന്ന്, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അവിടെ ഉള്ളവരൊക്കെ ജോലി ചെയ്തോളും, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ് വീട്ടിൽ പോലും ഞാൻ ഇന്ന് റെസ്റ്റ് എടുക്കാനൊന്നും നിന്നിട്ടില്ല, ഒരു +2 കഴിഞ്ഞ സമയം തൊട്ട് പഠിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേങ്കിൽ വീട്ടിലെ സാഹചര്യം കൊണ്ട് അതൊന്നും സാധിച്ചില്ല. അപ്പോൾ തന്നെ ഡിസൈനിങ് മേഖലയിലേക്ക് ഇറങ്ങിയതാ. ഇത്രയും നാളും അച്ഛൻ്റെ മരുന്ന് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കിയത്, അതിനെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണല്ലോ എല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുക അപ്രതീക്ഷിതമായിട്ടല്ല, നിൻ്റെ അമ്മ പ്ലാൻ ചെയ്ത് നടത്തിയതാ. നയന പറയുന്നുണ്ട് അതെ, കൂടുതൽ എൻ്റെ അമ്മേനെയൊന്നും പറയാൻ വരണ്ട, ശരിയാ, അമ്മയ്ക്ക് അനന്തപുരിയിലോട്ട് ഞങ്ങൾ മക്കളെ കെട്ടിച്ചേക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പണക്കാരുടെ വീട്ടിലേക്ക്, അതുകൊണ്ടാണ് ആദർശേട്ടൻ നവേച്ചിരി വലയിൽ വീണത് എന്ന് പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാനും നന്ദു ആ ടൈപ്പൊന്നും അല്ല, ഞങ്ങൾക്ക് കാശിനോട് ഒരാർത്തിയില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും എൻ്റെ ആഗ്രഹം മുഴുവനും നന്ദുമോളെ നന്നായിട്ട് പഠിപ്പിച്ച് നല്ലൊരു ജോലി മേടിപ്പിക്കണം, നവേച്ചിയുടെ വിവാഹത്തിനുള്ള പണം കണ്ടെത്തണം, അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ ഓപ്പറേഷനുള്ള പണം കണ്ടെത്തണം, വീട്ടിലെ കടങ്ങൾ വീട്ടണം, ഇതൊക്കെയായിരുന്നു എൻ്റെ മനസ്സ് നിറയെ. ഒരു തുള്ളി പോലും ഞാൻ പ്രതീക്ഷിക്കാതെയാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് ഞാൻ കയറി വന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ് ഞാൻ സ്നേഹിച്ചത് മുഴുവനും നവ്യനെയായിരുന്നു, നിന്നെ അല്ലായിരുന്നു, പക്ഷേങ്കിൽ അവൾ ഇത്രയും ഫ്രോഡാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. നിന്റെ അമ്മയുടെ അതേ സ്വഭാവം അവൾക്കും കിട്ടിയിരിക്കുന്നത്, കാശുകാരെന്ന് പറഞ്ഞാൽ അവൾക്ക് പ്രാന്ത. അല്ലെങ്കിൽ ഈ വീട്ടിലേക്ക് വന്നിട്ട് 10 മാസത്തോളം ആവാറായില്ലേ, നീ എത്ര തവണ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്, ഒരു പ്രാവശ്യമെങ്കിലും അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ, ഒരു സ്നേഹം തയ്യില്ലാത്തവളല്ലേ എന്ന് ചോദിക്കുകയാണ്. നയന പറയാണ് അത് എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ലല്ലോ ആദർശേട്ടാ. അപ്പോൾ ആദർശ് പറയാണ് നീ അവൾക്ക് സൈഡൊന്നും കൂടുതൽ പിടിക്കണ്ട, ഞാൻ പറഞ്ഞത് സത്യമല്ലേ, വന്നിട്ട് ഇത്രയും കാലമായി അവളുടെ അമ്മയെ അച്ഛനൊന്ന് ഫോൺ ചെയ്തിട്ടുണ്ടോ, അവളൊന്ന് പോയി കണ്ടിട്ടുണ്ടോ, നിന്റെ അച്ഛനെ ആ ഗുണ്ടകളൊക്കെ ഇടിച്ച് ആശുപത്രിയിൽ പോയി തലയൊക്കെ കെട്ടിവെച്ച് ഇരുന്നില്ലേ, ആ സമയത്തെങ്കിലും അവളൊന്ന് തിരിഞ്ഞു നോക്കിയോ, എന്താ സംഭവിച്ചെന്നെങ്കിലും അവരൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കിയോ, എത്ര സംഭവങ്ങളുണ്ടായി, നിന്നെ ഇവിടെ കാണാതെ പോയപ്പോഴൊക്കെ ഉണ്ടല്ലോ അവരോട് കൂർക്കം വിളിച്ചു കിടന്ന് ഉറക്കമായിരുന്നു നിന്റെ നവ്യേച്ചി, എന്നിട്ടാ ഇപ്പോൾ നവ്യയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സാഹസമൊക്കെ നീ കാണിക്കാൻ ഇറങ്ങുന്നത്. ഇപ്പം അവൻ നിന്നെ വെപ്പണം കൊണ്ടൊന്ന് എല്ലാ കുത്തുകയോ കത്തി കൊണ്ട് മുറിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ നീ എന്നാ ചെയ്തേ എന്ന് ചോദിക്കുകയാണ്. ആദർശേട്ടാ സ്വന്തം കൂടപ്പറപ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം ഞാൻ എങ്ങനെ മാറി നിൽക്കാനാ, ഞാൻ അങ്ങനെ ശീലിച്ചിട്ടില്ല, ആദർശേട്ടൻ അങ്ങനെ ചെയ്യുമോ, ഇപ്പോൾ അബിക്കോ ആദർശേട്ടൻ്റെ പെങ്ങമാർക്കോ ഒക്കെ ഈ അവസ്ഥ വരുന്നെങ്കിൽ ആദർശേട്ടൻ എന്തെങ്കിലും സംഭവിക്കണമെന്ന് മാറി നിൽക്കോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ് ഇങ്ങോട്ടൊരു പാലിട്ട അങ്ങോട്ട് ഇടണമെന്നല്ലേ, അതുപോലെ തന്നെ രണ്ടുപേർക്കും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവണം, ഞാൻ അനിക്കോ അബിക്കോ മറ്റേ ഇവിടുത്തെ പെൺകുട്ടികൾക്കോ എന്തെങ്കിലും ചെയ്താൽ തന്നെ അവരെല്ലാവരും എൻ്റെ സ്നേഹമുള്ളവരാ, പക്ഷെ നിന്റെ നവേച്ചി അങ്ങനെയൊന്നും അല്ലല്ലോ, നിന്നെ മനഃപൂർവ്വം കുടുക്കിച്ചടക്കാൻ നോക്കുകയല്ലേ, ആദ്യത്തെ കല്യാണത്തിലും നിന്നെ കുടുങ്ങിച്ചടിച്ചു, ഇപ്പതാ ഗർഭത്തിൻ്റെ പേര് പറഞ്ഞ് പറ്റിച്ചപ്പോഴും നീയാണ് എല്ലാവരും മുമ്പിൽ കുറ്റക്കാരിയായത്, ഇപ്പതാ അടുത്ത കേസ്, നീ ഇപ്പോൾ ഇനി ഇറങ്ങിച്ചെന്ന് നീ ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടാൽ എല്ലാവരും മുമ്പിൽ നാറാൻ പോകുന്നത് നീ തന്നെ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. നയന പറയാണ് എനിക്ക് അതുകൊണ്ട് സാരമില്ല ആദർശേട്ടാ, പക്ഷേങ്കിൽ ആദർശേട്ടൻ മനസ്സിലാക്കിയല്ലോ അങ്ങനെ ഒരാളുണ്ടെന്നും ചേച്ചി ബ്ലാക്ക്മെയിൽ ചെയ്യാണെന്നും ചേച്ചിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലെന്നും ഞങ്ങളുടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റില്ലെന്ന് ആദർശേട്ടൻ അറിയാമല്ലോ, അത് തന്നെ വലിയൊരു സമാധാനം എനിക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയണം ശരി, പക്ഷേ ഇന്ന് വൈകിട്ടത്തേക്ക് ഒരു ഡിസൈൻ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നിന്റെ കൈ മുറിഞ്ഞിരിക്കുകയല്ലേ ചോദിക്കുന്നുണ്ട്. സാരില്ല ആദർശേട്ടാ, ഞാൻ വരയ്ക്കാന്ന് പറയുമ്പം ഈ മുറിഞ്ഞ കൈ കൊണ്ടോ വേണ്ട സ്ട്രെയിൻ ചെയ്യുന്നത് ഡോക്ടർ പറഞ്ഞത് കെട്ടി വെച്ചിരിക്കുകയല്ലേ, അത് അങ്ങനെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ആദർശേട്ടാ അങ്ങനെ എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ, ഞാൻ ഡിസൈൻ പറഞ്ഞുതരാം ആദർശേട്ടൻ അതിനനുസരിച്ച് അങ്ങ് വരച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയണം അതിന് ഭേദം ഞാൻ തന്നെ വരച്ചു കൊടുക്കുന്നതല്ലേ. നയന പറയാണ് അങ്ങനെയുണ്ടെങ്കിൽ പിന്നെ എന്നോടൊന്നും ചോദിക്കാൻ വന്നത്, അങ്ങ് വരച്ചു കൊടുത്താൽ പോരായിരുന്നോ. എൻ്റെ പൊന്നെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, എന്തായാലും ശരി നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം, ഞാൻ വരയ്ക്കാം, നീ പറഞ്ഞു തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കട്ടിലിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ ആ ഒരു ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ ആദർശിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് അതിനനുസരിച്ച് വരയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരച്ചൊക്കെ കഴിയുമ്പോഴേക്കും ആദർശ് ആ ഒരു ഔട്ട്പുട്ട് കണ്ടിട്ട് ഭയങ്കര ഞെട്ടിപ്പോവാണ്. അപ്പോൾ നയനോട് ചോദിക്കുകയാണ് എൻ്റെ ഉള്ളിൽ ഇത്രയൊക്കെ കഴിവുണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട്. എന്തായാലും നീ പറഞ്ഞു തന്നെ ഡിസൈൻസ് വരച്ചുകൊണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നയന് പറയാണ് ആദർശേട്ടൻ കൂളായിട്ടൊന്ന് വരച്ചാൽ മതി, ഇത്രയും വർഷമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയണം അതുകൊണ്ടൊന്നും അല്ല, നിന്റെ അച്ഛൻ വിഗ്രഹം ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ലേ, എന്ത് മനോഹരമായിട്ട് അദ്ദേഹം വിഗ്രഹം ഉണ്ടാക്കുന്നേ, അദ്ദേഹത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കലും ആ ഒരു കഴിവാണ് നിനക്ക് കിട്ടിയേക്കുന്നേ, നീയും അതേ കഴിവിലൂടെയാണ് വന്നിരിക്കുന്നത്, അദ്ദേഹം പ്രതിമേനെ
പ്രതിമയുടെ മുഖത്തൊക്കെ ചായം തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിന് വരയ്ക്കാനുള്ള കഴിവ് അത് തന്നെയാണ് നിനക്കും കിട്ടിയേക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നിന്റെ നവീച്ച് മാത്രം ഇങ്ങനെ ആയിപ്പോയെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനെ പറഞ്ഞു, നവീച്ചയായിരുന്നല്ലോ വീട്ടിലെ മൂത്ത പുത്രി, അതുകൊണ്ട് തന്നെ അമ്മ ഒരുപാട് സ്നേഹിച്ചും ലാളിച്ചോ ചേച്ചിയെ വളർത്തിയത്. ഭയങ്കരമായിട്ട് സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ഒരു പണിയും ചെയ്യിപ്പിക്കുകയില്ല, അങ്ങനെയൊന്നും ഒന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കാശിൻ്റെ ബുദ്ധിമുട്ടൊന്നും അറിയാതെ തന്നെയാണ് ചേച്ചിനെ വളർത്തിക്കൊണ്ട് വന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യത്തിലൊന്നും ചേച്ചി ഇടപെടാറോ അവിടുത്തെ കാര്യങ്ങൾ നോക്കാറോ ഒന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട്, ഇപ്പോൾ എന്നോട് നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അതെനിക്കും തോന്നി. കാരണം സംസാരത്തിലൊക്കെ പുള്ളിക്കാരിക്ക് ഒരു ഇച്ചിരി സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ട്. അപ്പം നയനെ പറയാണ്, അത് വേറൊന്നും കൊണ്ടല്ല, അബിക്ക് തന്നെ ഇഷ്ടമില്ലെന്നും അബി കാണിക്കുന്നതെല്ലാം കള്ളത്തരാണെന്നുള്ള കാര്യമൊക്കെ നവ്യേച്ചി ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആദർശേട്ട അങ്ങനെയെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചെറിയമ്മ അങ്ങോട്ടേക്ക് കഞ്ഞിയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും നയനെ ചോദിക്കുകയാണ്, എന്താ ചെറിയമ്മ ഇത്, ചോറും കറികളും തന്നെ മതിയായിരുന്നല്ലോ, ഇതൊക്കെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാനാ, ഞാൻ അത്രയ്ക്ക് രോഗിയൊന്നും ആയിട്ടില്ല, എൻ്റെ വയറിന് കുഴപ്പമില്ല, എൻ്റെ ഒരു കൈക്ക് ഇച്ചിരി മുറിഞ്ഞെന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ്. കൈ മുറി പറ്റിയല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നത്, ഇതാ ഈ സ്പൂൺ കൊണ്ട് കോരി കുടിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ശരി അറിയുമ്പോൾ ഞാൻ കുടിച്ചോളാം എന്ന് പറയുകയാണ്. ആദർശേ ഭാര്യയ്ക്ക് വയ്യാതിരിക്കുമ്പോൾ ഒന്ന് സഹായിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കൊടുത്തോളാം ചെറിയമ്മയെന്ന് പറയുകയാണ്. ആഹാ, ഈ ഡിസൈൻ കൊള്ളാലോ, ഇത് ആരാ വരച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. നയനെ പറയാണ്, ആദർശേട്ടനാ ചെറിയമ്മ വരച്ചത്. ആണോടാ, നല്ല മനോഹരമായിട്ടുണ്ട്, പുതിയ ലോഞ്ചാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, ഞാൻ വരച്ചെന്നേ ഉള്ളൂ, പറഞ്ഞു തന്നാക്കേ, ഇതാ ചെറിയമ്മയുടെ പൊന്നാര മരുമോള എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെറിയമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ആദർശ് പറയാണ്, അവളാ വരച്ചു തന്നത് നല്ല മനോഹരമായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ പറയേണ്ട കാര്യമുണ്ടോ, എൻ്റെ നയനമോൾ വരച്ച അത് നന്നായിട്ട് ഇരിക്കും എന്ന് പറയാണ്. അങ്ങനെ ചെറിയമ്മ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ആദർശ് കഞ്ഞി ഇങ്ങനെ സ്പൂണിൽ കോരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ആദർശിയുടെ സാരില്ല, എനിക്ക് ഇടത്തേക്കല്ലേ ഒരു കുഴപ്പമില്ലല്ലോ, ഞാൻ ഇതും കൊണ്ട് കോരി കുടിച്ചോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ ഇപ്പം ഇതങ്ങോട്ട് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ദേവയാനി കയറി വരുന്നുണ്ട്. ദേവയാനി വരുമ്പോൾ കാണുന്ന കാഴ്ച, നയന കട്ടിലിരിക്കുന്നു, ആദർശം കട്ടിലിരുന്നിട്ട് കഞ്ഞി വാരി അവളുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും അവരുടെ ഡോറിൻ്റെ വാതിക്കെ വന്നിട്ട് ആദർശ് എന്ന് വിളിക്കുകയാണ്. ആദർശ്, എന്താ അമ്മ അവിടുത്തെ നിന്ന് കളഞ്ഞേ, കയറി വാ എന്ന് പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും കയറി വരുന്നില്ല, നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പും ഞാൻ ആവുന്നില്ല, അവക്കെന്താ മറ്റേ കയ്യിലെ കോരി കുടിക്കാൻ, അത് സ്പൂണുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ, വയ്യാതിരിക്കുന്ന ഒരാൾക്ക് വാരി കൊടുക്കുന്നില്ല, എന്താ തെറ്റാവുള്ളേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശൻ വന്നിട്ട് പറയാണ്, അത് നീ പറഞ്ഞത് ഇപ്പോൾ കറക്റ്റാടാ ആദർശേ, വയ്യാതിരിക്കുന്ന അവൾക്ക് അവൻ ചെയ്തു കൊടുത്തെന്ന് വെച്ചപ്പോൾ എന്താ ദേവേനെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ദേവേനെ ഇപ്പം ഒന്നും മിണ്ടാൻ നിൽക്കാൻ കേട്ടോ. മുത്തശ്ശൻ പറയാണ്, ഭാര്യയ്ക്ക് വയ്യാതായാൽ ഭർത്താവിന് വയ്യാതായാൽ ഭാര്യയും രണ്ടിനും പരസ്പരം സ്നേഹിച്ചും അവരെ സഹായിച്ചും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം രണ്ട് ഇണകളെ ഉണ്ടാക്കിയത്, അത് നിനക്കറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനി ഒന്നും മിണ്ടാതെ, അക്ഷരം പോലും മിണ്ടാതെ അവിടെ ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ ദിവസവും നമ്മൾ അപ്കമിങ് ആയിട്ടുള്ള റിവ്യൂസൊക്കെ ഇടുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.